നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഹലോ വേൾഡ് എന്ന് പറയുന്ന എക്സാമ്പിൾ ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് എന്താണെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു PHP ഓപ്പൺ ചെയ്യുന്ന ടാഗ്, PHPയുടെ ഓപ്പൺ ടാഗ് എന്ന് പറയുന്നത് ലെസ് ദാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ മാർക്ക് PHP എന്നാണ്. ക്ലോസിംഗ് ടാഗ് ക്വസ്റ്റ്യൻ മാർക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. ഇതിൻ്റെ ഇടയിൽ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ PHP ഇൻ്റർപ്രെറ്റർ റീഡ് ചെയ്യത്തുള്ളൂ. നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എക്കോ സ്പേസ് സിംഗിൾ കോട്ട്സിൻ്റെ ഇടയിൽ ഹലോ വേൾഡ്, അത് കഴിഞ്ഞ ഒരു സെമിക്കോളൻ ആണ്. നമുക്കത് ഓരോന്നും എന്താണെന്ന് നോക്കാം. എക്കോ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് കൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ ഡാറ്റ പ്രിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ്. ഈ എക്കോ എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് കീവേഡ് പോലെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്പേസ് ഇട്ട് സിംഗിൾ കോട്ട്സിലാണ് ഇവിടെ ഇപ്പോൾ ഹലോ വേൾഡ് എഴുതിയിരിക്കുന്നത്. നമുക്ക് സിംഗിൾ കോട്ട്സിന് പകരം ഡബിൾ കോട്ട്സും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്ത് വലിയ സാധനം കാണാണ്ടാവുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡബിൾ കോട്ട്സ് കൊടുത്തപ്പോൾ ഔട്ട്പുട്ടിൽ മാറ്റമൊന്നുമില്ല. ഡബിൾ കോട്ട്സും സിംഗിൾ കോട്ട്സും യൂസ് ചെയ്യേണ്ട ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഈ സിംഗിൾ കോട്ട്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ PHPക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ സിംഗിൾ കോട്ട്സ് സെമിക്കോളൻ നമ്മൾ ഇടുന്നത്. നമുക്കിതുപോലെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്കോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാവുന്നതാണ്. ഇവിടെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നതാണ്. നമുക്ക് നോക്കാതെ വെക്കാവുന്നുണ്ടോയെന്ന്. ഇപ്പോൾ ഇത് ഒറ്റ ലൈനിലാണ് വന്നേക്കുന്നത്, നിങ്ങൾക്ക് കാണാം. പക്ഷേ നമുക്കിത് 2 ലൈനിൽ വരണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിലൊരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് HTML ബ്രേക്ക് ടാഗ്, അതായത് ലൈൻ ബ്രേക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൈനിൽ വരുന്നതായിരിക്കും. കാണാം, ഇതിപ്പോൾ 2 ലൈനിലാണ് വന്നേക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് PHP ക്ലോസിംഗ് ടാഗ് വേറെ കണ്ടൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ ഈ ക്ലോസിംഗ് ടാഗ് മസ്റ്റല്ല. ഇത് എങ്ങനെ ഇട്ടാലും ഇത് റണ്ണാവുന്നതാണ്. ഇനി ഇതുപോലെ എത്ര PHP ടാഗുകൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ എക്കോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇതിൽ കൊടുത്ത് നോക്കാം. ഔട്ട്പുട്ട് സെയിം ആണ്. അപ്പോൾ ഇതിൽ സിംഗിൾ കോട്ട്സ് കൊടുത്താലും വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഈ സിംഗിൾ കോട്ട്സ് കൊടുക്കുമ്പോൾ ഇവിടെ എൻഡ് ചെയ്യുന്നത് സിംഗിൾ കോട്ട്സ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് PHP എറർ അടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ കോട്ട്സ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എൻഡ് ചെയ്യുന്നത് സിംഗിൾ കോട്ട്സ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഡബിൾ കോട്ട്സ് ആണെങ്കിൽ നമുക്ക് ഡബിൾ കോട്ട്സ് തന്നെ എൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ സ്പേസ് കൊടുത്തില്ലെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് വേ എന്ന് പറയുന്നത് ഒരു സ്പേസ് ഇട്ടിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഹലോ വേൾഡ് അല്ലെങ്കിൽ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്
നമ്മൾ PHP അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ജനറലി പറയുന്നത് ഇത് സ്ട്രിങ് ആണ്. സ്ട്രിങ് ക്യാൻ ബി എനി ക്യാരക്ടേഴ്സ്. നമുക്കിവിടെ നമ്പേഴ്സ് കൊടുക്കാം, ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സോ നമ്പേഴ്സോ എന്തുവേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അത് അവിടെ പ്രിൻ്റായിട്ട് വരും. നമുക്ക് അടുത്ത വീഡിയോയിൽ വേരിയബിൾസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യുക എന്നുള്ള പഠിക്കാവുന്നതാണ്.